ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നൊരു അടിപൊളി ചട്നിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ ഉഴുന്ന്, 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു ചെറിയ പീസ് ഇഞ്ചി കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാൻ. തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇതെല്ലാം ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള 5 വറ്റൽമുളകാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു ചെറിയ സവാള ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ വഴന്ന് വരുമ്പോൾ ഇതിനകത്തേക്ക് 2 തക്കാളി ചെറുതായി കട്ട് ചെയ്തോടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ചെറുതായിട്ടുള്ള വാളംപുളി കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി ആറിയതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു താളിപ്പൊടി റെഡിയാക്കാനുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്തതിന് ശേഷം നമുക്ക് ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലൊരു അടിപൊളി ചട്നിയാണ് ഇത്. ദോശയിലൂടെയും ഇഡ്ഡലിയിലൂടെയും ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണിത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോഴൊന്നും പറയുന്ന പോലെ ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ നിങ്ങൾ വിട്ടുപോകട്ടെ. അടുത്തൊരു അടിപൊളി വീഡിയോ ഇട്ടിരുന്നേക്കും. താങ്ക് യു. ബൈ ബൈ.